റീലുകളുടെ ഒക്കെ ഒരു കാലമാണല്ലോ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ. അപ്പം ഞാൻ ഈയിടെ കണ്ടൊരു റീൽ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ്: വളരെ പ്രായം ചെന്നൊരു മുത്തശ്ശിയോട് കയ്യിൽ ചരടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ ചെന്ന് പറയുകയാണ്, ഞങ്ങളുടെ ഹനുമാൻ മരുത്വാമല ഒരു കൈ കൊണ്ട് ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം തിരിച്ച് വളരെ പ്രായം ചെന്ന ഈ മുത്തശ്ശി തിരിച്ചു മറുപടി പറയുകയാണ്, നിങ്ങളുടെ ഹനുമാൻ ഒരു കൈ കൊണ്ട് മരുത്വാമല ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ BR അംബേദ്കർ ഒരു പേന കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് ഉയർത്തിയത് എന്നാണ് തിരിച്ചു പറയുന്നത്. ഒരുപക്ഷെ ഡോക്ടർ BR അംബേദ്കർ കണ്ട, എനിക്ക് രണ്ട് സന്തോഷങ്ങൾ ഈ വേദിയിലുണ്ട്. ഒന്ന്, ഡോക്ടർ BR അംബേദ്കർ കണ്ട വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഈ സമുദായത്തിൽ നിന്ന് തൊഴിലവസരങ്ങളിലേക്ക് വരുന്ന ആളുകൾ ഈ സമുദായത്തെ ഉയർത്തണം എന്നതായിരുന്നു. ഒരുപക്ഷെ ST പെൻഷനേഴ്സ് എംപ്ലോയീസ് അസോസിയേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നത് അംബേദ്കറിന്റെ ആ സ്വപ്നം തന്നെയാണ്, അംബേദ്കറിന്റെ ആ കാരവാനെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. തൊഴിലിടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം ജനസമൂഹത്തിനെ മറന്നു പോകുന്ന മനുഷ്യർക്ക് മുന്നിൽ നിങ്ങൾ വലിയൊരു ഉദാഹരണമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് പറയുന്നു. ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകമായി അഭിമാനിക്കാം എന്ന് കൂടി ഇതിനോട് ചേർത്ത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, തൊഴിൽ മേഖലയിൽ ഇങ്ങനെ ST വിഭാഗത്തിൽ നിന്നുള്ള ഏതാനും പേർ വന്നതുകൊണ്ട് അവർക്ക് മാത്രമല്ല ഉപകാരം ഉണ്ടാവുന്നത്, മറിച്ച് ഇന്ത്യക്കകത്തെ തൊഴിൽ മേഖലകൾ കൂടി മെച്ചപ്പെട്ട തൊഴിൽ മേഖലകളായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രാധാന്യം. റിസർവേഷനിലൂടെ പട്ടികജാതി പട്ടികവർഗ ആളുകൾ തൊഴിൽ മേഖലയിൽ എത്തുമ്പോൾ ആ മേഖലകളുടെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾക്ക് മുന്നിലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, അശ്വിനി ദേശ്പാണ്ഡെയും തോമസ് വെസ്കോഫും 2002 വരെയുള്ള ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പഠിക്കുന്നു. സവർണർ മാത്രം തൊഴിലിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ എഫിഷ്യൻസി വളരെ കുറവാണെന്നും SC വിഭാഗത്തിലെ എംപ്ലോയേഴ്സ് റിസർവേഷനിലൂടെ മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ എഫിഷ്യൻസി വർദ്ധിച്ചു എന്നുള്ളതാണ് ആ പഠനം തെളിയിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന അഫർമേറ്റീവ് ആക്ഷന്റെ പഠനങ്ങൾ, ഇപ്പൊ മെക്കിൻസി നടത്തുന്ന ഡൈവേഴ്സിറ്റി മാറ്റേഴ്സ് മുതലായ പഠനങ്ങളും തെളിയിക്കുന്നത് മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് റിസർവേഷനിലൂടെ ആളുകൾ വരുന്ന സമയത്ത് ആ തൊഴിലിടം കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിലിടമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ മതിയല്ലോ, മഹാത്മാ അയ്യങ്കാളി ഇല്ലാത്ത ഒരു പ്രജാസഭ എന്ത് പ്രജാസഭയായിരുന്നെന്ന് നമുക്ക് ആലോചിക്കാം. കാരണം അവിടുത്തെ സവർണർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ കോഡ് ബില്ല് വന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല, കാരണം അവർക്ക് തുണി എടുത്താൽ അവരുടെ പൂണൂല് കാണില്ല എന്നാണ് അവർ ചർച്ച ചെയ്തത്. ഇന്ന് ബ്രാഹ്മണൻ തുണി എടുക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? അത് മഹാത്മാ അയ്യങ്കാളി പ്രജാസഭയ്ക്ക് അകത്തുള്ളത് കൊണ്ടാണ് ബ്രാഹ്മണൻ തുണി എടുക്കുന്നത്. അപ്പൊ ബ്രാഹ്മണനെ കൂടി നവീകരിക്കുകയാണ് തൊഴിലിടങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇന്ന് തട്ടി നോക്കാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ മൊത്തം ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭീമ കൊറേഗാവ് എന്ന് പറയുന്ന 1818 നമ്മുടെ ശക്തമായ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഒരുപക്ഷെ അതിന്റെ ഓർമ്മ പുതുക്കാൻ നമ്മൾ ചെന്നപ്പോൾ ചാക്കുകളിൽ കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മളെ എറിഞ്ഞ സവർണക്കൂട്ടം അപ്പുറത്തുണ്ട്, ഹിന്ദുത്വ രാഷ്ട്രീയം അപ്പുറത്തുണ്ട്. ഭീമ കൊറേഗാവ് സംഭവം നടന്ന സമയത്ത് ദളിതർ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു നിന്നത്. പെഷവാ സാമ്രാജ്യത്തിനെതിരെ വളരെ ശക്തമായി പൊരുതിക്കൊണ്ട് ആ സാമ്രാജ്യത്തെ ശക്തി, ഇന്ത്യക്കകത്തുണ്ടായിരുന്ന രാജകീയ ശക്തിയെ തോൽപ്പിച്ചതിന്റെ ചരിത്രം നമ്മൾക്കുണ്ട് വളരെ കൃത്യമായിക്കൊണ്ട്. അപ്പം ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിന്നുകൊണ്ട് പോലും ഇന്ത്യക്കകത്ത് യുദ്ധം നടത്തിയിട്ടുള്ള ചരിത്രം ദളിത് ആദിവാസി ജനതകൾക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് എന്നെ എപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത്, നിങ്ങൾ എല്ലാവരും ജാലിയൻ വാലാബാഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങൾ അതിനും 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മങ്കർ എന്ന് പറയുന്ന മൂവ്മെന്റിനെ കുറിച്ച് നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ സഹോദരങ്ങളായ 1500 ആദിവാസി ബിൽ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ മരിച്ചു വീണ ഇടമാണ് മങ്കർ എന്ന് പറയുന്ന മലനിരകൾ. 1500 ദളിതന്റെയും ആദിവാസിയുടെയും ജീവന് ഈ ചരിത്രം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ വാളയാറിൽ 2 പെൺകുട്ടികൾ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും ഡൽഹി ഗ്യാങ് റേപ്പ് നടന്നിട്ടുള്ള ഒരു പ്രതിഷേധമോ പ്രക്ഷോഭമോ ഉണ്ടാവാത്തതും ഇതേ വില മനുഷ്യർക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യന് ഒരു മൂല്യം ഒരു വോട്ട് എന്ന് അംബേദ്കർ പറഞ്ഞ ഒരു മൂല്യത്തിലേക്ക് ഇനിയും നമ്മുടെ സാമൂഹ്യ ജനാധിപത്യം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. മധുവിനും അങ്ങനെ തന്നെയായിരുന്നല്ലോ, ഒരു മനുഷ്യന് ഒരു മൂല്യം എന്നുള്ളത് ഒരിക്കലും നടന്നില്ല. ഞങ്ങൾ അവിടെ പോയ സമയത്ത് ആളുകൾ പറയുന്നത് ചത്തുപോയി എന്നാണ് പറയുന്നത്.
അതായത് നമ്മൾ മൃഗങ്ങളെ പറയുന്ന പോലെ ഒരാൾ ചത്തുപോയി എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു മൂല്യം ലഭിക്കാത്ത മൂല്യം തന്നെയാണ് 1500 ആദിവാസി സഹോദരങ്ങൾക്കും മൂല്യം ലഭിക്കാതെ പോയത് എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. നമ്മൾക്ക് മുന്നിൽ ദേവി മൂവ്മെന്റ് എന്ന് പറയുന്ന സൗത്ത് ഗുജറാത്തിലെ മൂവ്മെന്റ് ഉണ്ട്. 1920കളിൽ നടന്ന മൂവ്മെന്റ്. ഒരേ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ, അതേ സമയത്ത് പാഴ്സി സമുദായത്തിനെതിരെ, അതേ സമയത്ത് അവിടെ വന്ന അവരുടെ അരക്കനട്ട് മരങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയ ആളുകൾക്കെതിരെ, ഈ 3 കൂട്ടർക്കെതിരെയും ഒരേ സമയത്ത് പൊരുതിയ ദളിത് ആദിവാസി സമൂഹത്തിന്റെ ചരിത്രം നമ്മൾക്കുണ്ട്. അംബേദ്കർ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നാം ഒരു പോരാളി ഗോത്രമാണെന്നുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ഝാൻസി റാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ നാം മറന്നുപോയ ഉദാദേവി എന്നൊരു ദളിത് സ്ത്രീ നമുക്ക് മുന്നിലുണ്ട്. ഝാൻസി റാണിയെ സംബന്ധിച്ച് മൊത്തം പട സെറ്റപ്പ്, മൊത്തം ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് വന്നാലും രക്ഷിക്കാൻ ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലേ. പക്ഷെ ഉദാദേവിക്ക് അങ്ങനെ ഒരു കൂട്ടമില്ലായിരുന്നു. അവർ ബീഗം ഹസ്രത് മഹലിന് കീഴിൽ 1ാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീയാണ്. അപ്പം ഇവർ പലപ്പോഴും ദളിതാദിവാസികളെയൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് അമ്പും വില്ലും ഏന്തിയ ആദിവാസി സമൂഹത്തിനെ കാണിക്കുന്നത്. ഇവർ 1ാം തരം ഗണ്ണെടുത്തിട്ടാണ് ഇവർ നടന്നിട്ടുണ്ടായിരുന്നത്. 1ാം സ്വാതന്ത്ര്യ സമര സമയത്ത് ഇവര് മരത്തിന്റെ മുകളിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ വെടിവെച്ചുകൊണ്ട് വീഴ്ത്തുകയാണ്. അപ്പം ഈ ഷാർപ്പ് സ്നിപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ട്രജക്ടറിയുടെ അകത്ത് നെഞ്ചത്തേക്ക് ബുള്ളറ്റ് വന്നുകൊണ്ട് മരിച്ചു വീഴുന്നവർക്ക് മനസ്സിലാവുന്നില്ല ഇത്ര കാലിബർ ഉള്ള ആളാരാണെന്ന്. അപ്പം ഒരു ദളിത് സ്ത്രീയാണ് മരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇത്രയധികം സ്ലിപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്, ഷോട്ട് ചെയ്ത് കൊന്നിട്ടുള്ളത് എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. പക്ഷേ റാണി ഗൗരി ലക്ഷ്മിബായി ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചരിത്രം ഒരിക്കലും നമ്മളോട് ഝാൻസി റാണിയെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരു ഉദാദേവി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചരിത്രത്തിനെ മായ്ക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിക്കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള 1ാമത്തെ ഉപാധി ആയിക്കൊണ്ട് എല്ലാ കാലത്തിലും ഹിന്ദുത്വ ഫാസിസം നമ്മളോട് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീതിയുടെ ഒരു ജീവിത രീതിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തൃശ്ശൂർ പേരൂരിൽ ഞാൻ ഈയിടെ എടുത്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പേരൂർ ഭാഗമായിട്ടുള്ള ഒരു ആർക്കൈവ്സിൽ പറയുന്നത് ഒരു ഭാര്യ പരാതി കൊടുക്കുകയാണ് തൻ്റെ ഭർത്താവ് മരിച്ചതിനെതിരെ. ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? പാടത്ത് കാർഷിക അടിമയായിട്ടുണ്ടായിരുന്ന ഈ ഭർത്താവിനെ ശിക്ഷാരീതി ആയിക്കൊണ്ട് നുകം കെട്ടി കാളയ്ക്കൊപ്പം വലിക്കാൻ വേണ്ടി അയക്കുകയാണ്. നട്ടെല്ല് പൊട്ടിയിട്ടാണ് നമ്മുടെയൊക്കെ തന്നെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കുന്നത്. ഈ വിഷയത്തിൽ അന്നത്തെ കോടതികൾക്കകത്ത് പരാതി കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ധർമ്മശാസ്ത്ര വിധി പ്രകാരം ഈ മരണം എന്ന് പറയുന്നത് ആ മനുഷ്യൻ അർഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടാണല്ലോ പലപ്പോഴും പറയുന്നത് അല്ലെ. ദളിത് ജനത പോലും സനാതന ധർമ്മത്തിന് വേണ്ടി പറയുന്ന സമയത്ത് മുത്തച്ഛനെ കൊന്നവർക്ക് സിന്ദാബാദ് എന്നാണ് വേറെ രീതിയിൽ നമ്മൾ വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം ഇത്തരത്തിൽ അനീതിയുടെ ഒരു മനുഷ്യനെ മൃഗത്തിനൊപ്പം കെട്ടിക്കൊണ്ട് നുകം വലിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചരിത്രവും അത് ശരിയാണെന്ന് പറയുന്ന ധർമ്മശാസ്ത്രവുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അനീതിയുടെ ആ മനുശാസ്ത്ര ധർമ്മശാസ്ത്ര വിധികളെ തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഇതിനൊരു ഫോം ഓഫ് ലൈഫായി കണ്ടുകൊണ്ട് ആണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയത്. കേരളീയ നവോത്ഥാനം യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ജനാധിപത്യത്തെ ഒരു ജീവിത രീതിയാക്കി മാറ്റുക എന്നുള്ള ശ്രമമാണ് കേരളീയ നവോത്ഥാനം നമുക്ക് മുന്നിൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു പക്ഷേ നമ്മുടെ പൂർവികർ ഈ 19, 20 നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു സംഗതിയല്ല. ഉദാഹരണത്തിന് നമ്മൾക്കറിയാം സീതാദേവി തിരിച്ച് വരുന്ന സമയത്ത് സീതാദേവിയോട് തീയിലൂടെ നടന്നുകൊണ്ട് അഗ്നിശുദ്ധി തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെങ്ങന്നൂരാതി പാട്ട് മാത്രം മതി. പാലുവം പെണ്ണ് ഭർത്താവ് മരിച്ചിട്ട് എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? അവർ ഭർത്താവ് മരിച്ചിട്ട് ഭർത്താവ് ബാക്കി വെച്ച കളരിയടവുകൾ പയറ്റുകയാണ് ചെയ്യുന്നത്, പൊലിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ഭർത്താവിന്റെ മൃതദേഹവും ചുവന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് പാലുവം പെണ്ണ് എന്ന് പറയുന്ന സ്ത്രീ. ഒരു ജനതയ്ക്ക് മുന്നിലും ഒരു അഗ്നിശുദ്ധിയും തെളിയിക്കേണ്ടതില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ള ആളാണ് പാലുവം പെണ്ണ് എന്ന് പറയുന്നത്. ഇന്ന് വിധവാ പട്ടം അനുസരിച്ചുകൊണ്ട് വെളുത്ത സാരി ഉടുക്കണമെന്നോ അല്ലെങ്കിൽ സതി അനുഷ്ഠിക്കണമെന്നോ ബ്രാഹ്മണ സമൂഹം പറഞ്ഞ കാലഘട്ടത്തിൽ പാലുവം പെണ്ണുമാർ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ വരുന്ന സമുദായത്തിലുള്ള ഒരു ആചാരമാണ് പാമ്പാടി പാട്ട് എന്ന് പറയുന്നത്. മരണശേഷം മരണ വീട്ടിലിരുന്ന് പാടുന്ന ഒരു പാട്ടാണ് പാമ്പാടി പാട്ട് എന്ന് പറയുന്നത്.
ഈ പാമ്പാടിപ്പാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ ഒക്കെ വീടുകളിലേക്ക് രാമായണം കയറി വരുന്നത്. ഏത് ശംഭൂകരെ കൊന്ന, എൻ്റെ പൂർവികരെ കൊന്ന രാമന് പാഹിമ പാടുന്ന രാമായണം കയറി വരുന്നത് പാമ്പാടിപ്പാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. ഈ പാമ്പാടിപ്പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിടത്ത് പോലും അത് ബ്രാഹ്മണിക് ദൈവങ്ങളെ പ്രീച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് മലപ്പുറത്തുള്ള ഒല്യാമാരെ, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള തങ്ങൾമാരെ പ്രീച്ച് ചെയ്യാണ് ഒരു ഭാഗത്ത്. അപ്പം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ബി ജെ പിക്കാർ വന്നുകൊണ്ട് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം, ഹിന്ദു മുസ്ലിം ഐക്യം ഇവിടെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പറയും ഔലിയാമാരെ കുറിച്ച് ഞങ്ങളുടെ പാമ്പാടിപ്പാട്ടിൽ ഞങ്ങളുടെ പൂർവികർ പാടിയിട്ടുണ്ടെന്ന് തിരിച്ചു പറയുന്ന രാഷ്ട്രീയം ഇവർക്കുണ്ട്. ഈ പാട്ടിൽ കുറേ സ്ഥലങ്ങളിൽ രാജാവ് ഭയങ്കര അടിപൊളി മനുഷ്യനാന്ന് പറയും, രാജാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത ഭാഗത്ത് എന്താ പറയുന്നതെന്ന് അറിയോ? ആ രാജാവ് അടിപൊളി മനുഷ്യനാണെങ്കിലും രാജാവിന്റെ കോട്ട ഞങ്ങൾ ഒരു നാൾ തല്ലിപ്പൊളിക്കും എന്നുള്ള രാഷ്ട്രീയമാണ് തിരിച്ചു പാമ്പാടിപ്പാട്ടിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിലൊരു വാക്ക് കൂടെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് ആ പാട്ടിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ദൈവനൂല് പൊയ് നൂലാണ്, അന്ന നൂലാണ് നൂല് എന്നാണ് ആ വാക്ക്. അപ്പൊ നിങ്ങളുടെ നൂല്, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ബ്രാഹ്മണിക് നൂലുണ്ടല്ലോ, ആ നൂല് പൊയ് നൂലാണ്, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസം അന്നത്തിന്റെ നൂലിലാണ്, മെറ്റീരിയൽ ബെനിഫിറ്റ്സിലാണെന്ന് വളരെ കൃത്യമായി കൊണ്ട് പാമ്പാടിപ്പാട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ പാമ്പാടിപ്പാട്ടിന്റെയും പാച്ചല്ലൂർ പതികത്തിന്റെയും ചെങ്ങന്നൂർ ആദിപ്പാട്ടിന്റെയും ഒക്കെ ഒരു നവോത്ഥാന ചരിത്രം നമ്മൾക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഒരുപക്ഷെ കേരളീയ നവോത്ഥാനത്തിൽ ദളിത് ആദിവാസി നേതാക്കൾ ചെയ്തിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദളിതരെയും ആദിവാസികളെയും നന്നാക്കുക എന്നുള്ളതല്ല, മറിച്ച് സവർണരായ മനുഷ്യരെ പരിഷ്കരിക്കുക എന്നുള്ളത് കൂടിയാണ്. നോക്കൂ, ഒരു നായർക്ക് ഇന്ന് അടകർമ്മം ചെയ്യാതിരിക്കേണ്ടി വരുന്നത് അയ്യങ്കാളിയും പൊയ്കേലപ്പച്ചനും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ്. ഋതുമതിയായിട്ടുള്ള സ്ത്രീ, ബ്രാഹ്മണ സ്ത്രീ വന്നിരിക്കുന്ന അട കഴിക്കണം എന്നുള്ള ആചാരം ഉണ്ടായിരുന്നു. അപ്പം ഈ ആചാരം മാറ്റിയെടുക്കാനുള്ള ഇടപെടൽ കൂടി പൊതു കേരളം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നവോത്ഥാന നായകരായിട്ടുള്ള നമ്മുടെ ലീഡേഴ്സിനെയും കൂടെ ഇടപെടൽ കൂടിയാണ് എന്നുള്ളതാണ് കേരളീയ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഞാൻ രണ്ട് മഹാത്മാരായിട്ടുള്ള നേതാക്കളെ വെച്ചുകൊണ്ടാണ് കേരള നവോത്ഥാനത്തിന്റെ ഇടപെടലുകളെ ലഘുവായി പരിശോധിക്കുന്നത്. ഒന്ന് മഹാത്മാ അയ്യങ്കാളിയും, രണ്ട് പൊയ്കേലപ്പച്ചനുമാണ്. മഹാത്മാ അയ്യങ്കാളിയിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായും നാം ഓർക്കേണ്ടത്, ഒരുപക്ഷെ രാമക്ഷേത്ര ജന്മഭൂമിക്കായി അദാനി ഓട്ടിക്കൊണ്ടിരുന്ന രഥം, ഹിന്ദുത്വത്തിന്റെ രാമരഥം, ഈ രഥമല്ല ദളിതന്റെയും ആദിവാസിയുടെയും രഥം. നമ്മുടെ രഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളി ഓട്ടിയ വില്ലുവണ്ടിയാണ് നമ്മുടെ രഥം എന്ന് പറയുവാനുള്ള ആർജവം നമ്മൾക്കുണ്ടാവണം. ഹിന്ദുത്വത്തിന്റെ രഥമല്ല നമ്മുടെ രഥം, അത് ഹിന്ദു ജനവിഭാഗത്തിന് മാത്രം വേണ്ടി, സവർണരായ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം BJP രാഷ്ട്രീയം പറയുന്ന രഥമാണ്, RSSന്റെ രഥമാണ്, അദാനിയുടെ രഥമാണ് രാമരഥം എന്ന് പറയുന്നത്. ആ രഥത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ നമ്മൾ രഥം ഓടിച്ചത് ഇന്ത്യയെ വിഭജിക്കാനല്ല, കേരളത്തിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് മഹാത്മാ അയ്യങ്കാളി പൊതുവഴി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി രഥം ഓടിച്ചു പോയിട്ടുള്ളത്, വില്ലുവണ്ടി ഓടിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി നാം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ പറയേണ്ടത്, ഒന്നിപ്പിന്റെ വില്ലുവണ്ടികളാണ് നമുക്ക് ആവശ്യം, രാമന്റെ രഥമല്ല നമുക്ക് ആവശ്യമെന്നാണ് നാം ഉറച്ചു പറയേണ്ടത്. മഹാത്മാ അയ്യങ്കാളി ഒരുപക്ഷെ പൊതുവഴിയൊക്കെ ഉണ്ടാക്കി രാജവഴിയും കൂടെ നമുക്ക് വെട്ടി തന്നെങ്കിലും ഇന്നും ചില ആളുകൾക്ക് പഴയ നൊസ്റ്റാൾജി ഒന്നും മാറിയിട്ടില്ല. ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചില മനുഷ്യന്മാര്, മ്യൂസിയത്തിൽ നിന്നൊക്കെ ഉള്ള മനുഷ്യന്മാരെ പോലെ. അവർ പറയുന്നത് അവർ രാജാക്കന്മാരാണ്. ഏത് രാജാവ് അല്ലെ, ഏത് രാജാവ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇറങ്ങി വന്നിങ്ങനെ പറയാണ്, ഞങ്ങൾ രാജാക്കന്മാരാണ്, ഞങ്ങൾക്ക് ഇവിടെ പ്രജകളെയൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് രഥത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇവരിങ്ങനെ പോവുകയാണ്. ഇതിനുള്ള മറുപടി മുൻപേ നവോത്ഥാന കാലഘട്ടത്തിൽ ഈഴവ ദളിത് സഖ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കൊന്ന് കൂടൽമാണിക്യ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാധവനടക്കമുള്ള ആളുകൾ ഇരിക്കുമ്പോൾ പറയുന്നു, ചില തമ്പുരാട്ടിമാർക്ക്, ഞങ്ങളുടെ രാജ്ഞിമാർക്ക് നിങ്ങൾ വഴി നടക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവര്, ഞങ്ങളുടെ ആയിരക്കണക്കിന് പുലയ രാജകുമാരിമാർക്ക് വഴി നടക്കണം എന്നാണ് ആഗ്രഹം. അപ്പം ഈ രണ്ട് തമ്പുരാട്ടിമാരുടെ ആഗ്രഹമാണോ വലുത്, ഞങ്ങളുടെ ആയിരക്കണക്കിന് പുലയ തമ്പുരാട്ടിമാരുടെ ആഗ്രഹമാണോ വലുത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പൊതുവഴികൾ ഉണ്ടായ നമ്മുടെ മുന്നിലേക്കാണ് ഇന്നും രാജാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നള്ളി വരുന്നത്. രണ്ട്, ഇവരുടെ ഒരു കോമഡി ഉണ്ടായിരുന്നു. ഇവരിട്ട ഒരു ചായയാണ്, മുറ്റത്തൊരു ഓട്ടോറിക്ഷക്കാരൻ വരുന്നു, ഇവരൊരു ചായ ഇട്ടിട്ട് മുറ്റത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പറയാണ് അവര് കലക്കിയ ചായ എന്ന്.
അത് മഹത്തായ ഒരു കാര്യമായിട്ട് സോഷ്യൽ മീഡിയ പോവുക. നോക്കൂ, ഒരു കാര്യം ആലോചിച്ചാൽ പോരെ, നമ്മുടെ വീട്ടിലൊക്കെ ഒരു മനുഷ്യൻ വന്ന അകത്ത് കയറ്റി നമ്മൾ ഇരുത്തും. ഉള്ള കടി എന്താണോ അത് ചുരുക്കിയ കയ്യിലുള്ള സാധനം വെച്ച് കൊടുക്കും അല്ലേ. മുറ്റത്ത് നിർത്തി അയിത്തം ആചരിച്ചിട്ടാണ് അടിപൊളി സ്ത്രീ ആയിട്ട് ഇവർ മാറുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അല്ലേ. അപ്പം വളരെ കൃത്യമായി കൊണ്ട് ഇന്നും രാജാവാണ്, രാജ്ഞിമാരാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് പൊതു ഇടങ്ങളിലേക്ക് വരുന്ന മനുഷ്യർക്ക് മുന്നിൽ ആധുനിക കാലത്തെ വില്ലുവണ്ടികൾ പായിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്. രണ്ട്, തീർച്ചയായും പഞ്ചമിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് നമ്മുടെ പഞ്ചമിയുടെ കൈയും പിടിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി പോയിക്കൊണ്ട് ആ ഇടത്തെ ആ ഇരുന്ന ബെഞ്ചിനെ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മൾ ഇരിക്കുന്ന ബെഞ്ചുകളെ കത്തിച്ച് ചാമ്പലാക്കുന്ന രാഷ്ട്രീയം നിലവിലുണ്ട്. നമ്മുടെ സഹോദരനായ രോഹിത് വെമുല കാൾസാഗനെ പോലെ ഒരു ശാസ്ത്രജ്ഞനാവാൻ ആഗ്രഹിച്ച് അവസാനം ഒരു മനുഷ്യന്റെ മൂല്യം ഇത്ര ചുരുങ്ങിയതാണ്, നമ്പറിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്, നമ്മളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. നോക്കൂ, രോഹിത് വെമുലയെ മരണശേഷം പോലും കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയം. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? രോഹിത് വെമുലയുടെ ജാതി SC/ST വിഭാഗമായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാണ് വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, അനാഥയായിരുന്ന രാധിക വെമുല എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്ന് വളരെ കൃത്യമായി നിരന്തരം പോരാടിക്കൊണ്ട് ഷോപ്പുകളിൽ ജോലിക്ക് നിന്ന് ഹോട്ടലുകളിൽ പാത്രം കഴുകിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലേക്ക് വന്ന ഒരാളാണ് രോഹിത് വെമുല എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ. ഈ വിദ്യാർത്ഥിക്കാണ് ആത്മാഭിമാനമില്ല, ധൈര്യമില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരനെ കൊന്നുകൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് അവർക്ക് എഴുതാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് ഇന്നും പഞ്ചമിമാരെ ബെഞ്ചുകൾ കത്തിച്ചിട്ടുള്ളത് ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ളൊരു കാര്യമാണ്. മറ്റൊന്ന്, നമുക്കറിയാം, ചേലക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ പോയപ്പോൾ, നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ കയറിയപ്പോൾ ബോധം കെട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതകാലം മൊത്തം ബോധം കെട്ടുപോയ, ഇങ്ങനെ ബോധക്കേട് മാറിപ്പോ ഉറഞ്ഞുതുള്ളലാണ്. ബോധക്കേടൊന്നുമില്ല, ഉറഞ്ഞുതുള്ളൽ. സത്യഭാമ എന്നൊരു ഉറഞ്ഞുതുള്ളലിനെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലെ. നമ്മുടെ രാമകൃഷ്ണന്മാര് പൊതുമേഖലയിലേക്ക് വരുന്ന സമയത്ത്, പൊതുമാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് സഹിക്കാതെ ഉറഞ്ഞു തുള്ളുന്ന ആധുനിക കാലത്തെ, പഴയ കാലത്ത് ബോധം കെട്ട മനുഷ്യന്മാരുടെ പുതിയ ഐറ്റങ്ങൾ നമ്മൾ ഇങ്ങനെ കൃത്യമായി കാണുകയാണ് ഇത്തരം ഉറഞ്ഞു തുള്ളലുകളിലൂടെ. ഒരുപക്ഷെ കല്ലമാല സമരം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് NSSന്റെ അധ്യക്ഷൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് പരമേശ്വരൻ പിള്ള, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. അപ്പം NSS പോലും ഇയാളെ മറന്നുപോയി എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നീടൊരു പരമേശ്വരൻ പിള്ളയെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അല്ലെ. വളരെ കൃത്യമായി കൊണ്ട് ഇവർ സാമുദായിക സംവരണത്തിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് NSSന്റെ മുന്നിൽ NSSകാർ കുത്തിരിപ്പ് സമരം നടത്തണം. നേരത്തെ ശ്യാംകുമാറായിട്ടും സൂചിപ്പിച്ച പോലെ 90-99% സാമുദായിക സംവരണം സ്വന്തം സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ സാമുദായിക സംവരണത്തിനെതിരെ എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ സാമുദായിക സംവരണം നടപ്പിലാക്കുന്ന ഇടം ഇന്ത്യക്കകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺഎയ്ഡഡ് മേഖലയ്ക്കകത്തുള്ള അപ്പർ കാസ്റ്റ് ജാതി കോളനികളാണെന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയേണ്ടി വരുന്നുണ്ട്. ഭൂമിക്ക് മേലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി കൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുതുവൽ ഭൂമികൾക്ക് വേണ്ടി നടന്ന സമരങ്ങളുണ്ട്. ഒരുപക്ഷെ 40,000 ജാതി കോളനികളായി നമ്മൾ ഇന്നും നിൽക്കുന്ന സമയത്ത്, ഒരു വോട്ട് ബാങ്ക് മാത്രമായി നമ്മളെ മാറ്റുന്ന സമയത്ത് മഹാത്മാ അയ്യങ്കാളി കേരളം ചെയ്ത ഏതെങ്കിലും പുതുവൽ ഭൂമികൾ പതിച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്. പ്രജാസഭ പ്രസംഗങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രസംഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ തന്ന ഭൂമികൾ വാസയോഗ്യമായ ഭൂമികളല്ലായിരുന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് പുതിയ ഭൂമികൾ പതിച്ചു തരണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ കൂടി, നമ്മൾക്ക് തരുന്ന മണ്ണിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഇന്നത്തെ SC/ST കോട്ടകളിൽ നിന്ന് വിജയിച്ചു വരുന്ന MLA-മാരോ MP-മാരോ ഇല്ല എന്നുള്ളത് നമ്മൾക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ കരുതുന്നത് ഒരുപക്ഷെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, പുരോഗമന സർക്കാർ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രജാസഭയുടെ കാലമായിരുന്നെങ്കിൽ ഇതിലും അധികം SC/ST പ്രതിനിധികൾ പ്രജാസഭയ്ക്കകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാലം കഴിഞ്ഞിട്ടും സംവരണേതര മണ്ഡല സീറ്റുകൾക്കകത്ത് ആളുകളെ നിർത്താൻ പോലുമുള്ള കാര്യം പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നാരായണ ഗുരുവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ സരസമായി കൂടിയാണ് അദ്ദേഹം ഇത്തരം വലിയ അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നത്. എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈഴവർ ദളിതരെ അംഗീകരിക്കുന്നതിലേക്കുള്ള ഒരു ചവിട്ടുപടി നാരായണ ഗുരു വെക്കുന്നതാണ്.
അദ്ദേഹം അമ്പലപ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ദളിതരെ പ്രവേശിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈഴവർ പറയുന്നു 1 വർഷം കഴിയട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് അവിടെ മഴ പെയ്യുകയും നാരായണ ഗുരു തിരിച്ചു പറയുന്നു 1 വർഷം കഴിഞ്ഞല്ലോ, ഒരു മഴ കഴിഞ്ഞല്ലോ അല്ലെ, ഇനി നിങ്ങൾക്ക് ഇവരെ ഒപ്പം കൂട്ടാമല്ലോ എന്നുള്ളതാണ് വളരെ കൃത്യമായി നാരായണ ഗുരു തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് SNDP പോലുള്ള മൂവ്മെന്റുകൾ ദളിത് മൂവ്മെന്റുകളോട് അന്നത്തെ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചേർത്ത് നിർത്തലിൽ നിന്ന് ഒരു പക്ഷേ ആ ഓർഗാനിക് ആയുള്ള സോളിഡാരിറ്റി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് OBC ബെൽറ്റും ദളിത് ബെൽറ്റും DBA ബെൽറ്റുകൾ ഒന്നിച്ചു നിന്നാൽ മാത്രം ജനാധിപത്യത്തിന് മുന്നോട്ടേക്ക് പോകാവുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പൊയ്കയിൽ അപ്പച്ചനിലേക്ക് വരുന്ന സമയത്ത് പൊയ്കയിൽ അപ്പച്ചൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ലോക സമാധാനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. അത് കേരള നവോത്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോക മഹായുദ്ധ കാലഘട്ടത്തെ അധികരിച്ചുകൊണ്ട് ലോക സമാധാന യാത്ര, ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ റെനസൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്നത്. നമ്മുടെ ദളിത് സമൂഹം ഇന്ന് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. പുലയരെല്ലാവരും കൂടി ചേരമരായാൽ എന്താ, പുലയന്റെ പുല മാറുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എല്ലാ യോഗങ്ങൾക്കകത്തും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു കുടം കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് ഓരോ ജാതികളോടും ഉപജാതികളോടും അവരുടേതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറയും. ഒഴിച്ചതിന് ശേഷം അദ്ദേഹം പറയും, നിങ്ങൾ നിങ്ങളുടെ വെള്ളം ഒഴിച്ചല്ലോ, ഇനി തിരിച്ച് നിങ്ങളുടെ വെള്ളം എടുത്തു കൊണ്ടുപോയിക്കോളൂ കുടത്തിൽ നിന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ഉപജാതി സംഘടനകളുടെ പെരുപ്പം കൊണ്ട് ഈ സമുദായം ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മൾ ഉറച്ചാലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഉപജാതി സംഘടനകൾക്ക് അപ്പുറത്തേക്ക് ദളിത് രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട്, അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ സംഘാടന ശക്തി നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് പട്ട പാള എന്ന് പറഞ്ഞ 2 കമ്മ്യൂണി ഉപജാതികളുണ്ട്. ഈ പട്ടയും പാളയും രാജാവ് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരാ താഴേന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓലിട്ട് കൊടുത്ത് പറഞ്ഞു ഒരു സ്ഥലത്ത് പിടിക്കാൻ. അപ്പൊ ഏട്ടത്തി ഒരു ഭാഗത്ത് പിടിച്ചു, അനിയത്തി ഒരു ഭാഗത്ത് പിടിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഒരു കൂട്ടർ പട്ടയും ഒരു കൂട്ടർ പാളയും. ഇവർ തമ്മിൽ തർക്കമാണ്, ഞങ്ങളിൽ ആരാണ് മുന്തിയത്. എന്നിട്ട് ഇവർ പരസ്പരം കല്യാണം കഴിക്കില്ല. പട്ട കല്യാണം കഴിക്കില്ല, പാളെ. അവസാനം ഒടുക്കം ഈ പറയുന്ന അനിഹിലേഷന്റെ കാര്യം വരുമ്പോൾ ഒരേ അയിത്തദൂരമാണ് 2 കൂട്ടരും നിൽക്കേണ്ടതെങ്കിലും ഒരുമിച്ച് കല്യാണം കഴിക്കാത്ത രീതിയിലാണ് പലപ്പോഴും പോകുന്നതുള്ളത്. അവിടെയൊക്കെ തന്നെ തീർച്ചയായിട്ടും പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ള സംഘാടന ഒത്തൊരുമയുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഇന്നത്തെ സംഘടനകളിൽ വരുന്ന അഭാവം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നോട്ടീസിലും ശ്യാംകുമാർ ഏട്ടനും ഇന്ന് രാവിലെ പറയുകയായിരുന്നു, നമുക്ക് ഒരു സ്ത്രീയെ പോലും കാണാനില്ല എന്നുള്ളതാണ്. ദാക്ഷായണി വേലായുധൻ അടക്കമുള്ള ആളുകൾ നമ്മൾക്കുണ്ടായപ്പോൾ പാടത്ത് കൂടെ നടക്കുന്ന സമയത്ത് തമ്പുരാൻ വരുന്ന സമയത്ത് ദാക്ഷായണി വേലായുധനോട് പറയുന്നുണ്ട് മാറി നടക്കാൻ. ദാക്ഷായണി വേലായുധൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാറി നടക്കണേ, നിങ്ങൾ അപ്പുറത്ത് കൂടെ നടന്നോളൂ എന്ന് കൃത്യമായി തിരിച്ചു പറയുന്നുണ്ട്. ദാക്ഷായണി വേലായുധനെയോ ജ്ഞാനമ്മയോ കുഴിയടി അമ്മയോ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ സംഘാടനങ്ങളിൽ നമ്മൾ ചരിത്രം പറയുന്ന സമയത്ത് വിട്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുമരകം ചിന്നയെ പോലെ ഒരു സ്ത്രീ നമുക്കുണ്ടായിരുന്നു. വള്ളം തുഴഞ്ഞുകൊണ്ട് പൊയ്കയിൽ അപ്പച്ചനെ രക്ഷിച്ച ഒരു സ്ത്രീ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. കുഴിയടി മറിയെ പോലുള്ള, കൊമരകം ചിന്നയെ പോലുള്ള, തൈക്കാട്ടിൽ അമ്മയെ പോലുള്ള ഒരുപാട് സ്ത്രീകളുടെ കൂടെ രാഷ്ട്രീയമുണ്ട് നമ്മൾക്ക് എന്നുള്ളത് നമ്മൾ മറക്കരുത്. സവർണരായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ പൊയ്കയിൽ അപ്പച്ചനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, അടുപ്പത്ത് നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, ഇതെടുത്തിട്ട് എല്ലാത്തിനെയും മോന്തയ്ക്ക് ഒഴിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ പൊളിറ്റിക്കലായി മാത്രമല്ല ആയോധന രീതികളിലും മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്ന സ്ത്രീകൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ഈ അടുത്ത് രാമനെ ഉയർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് എന്നാണല്ലോ, ഹിന്ദു ഒന്ന് ഉണരണം എന്നുള്ളതാണല്ലോ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു ഉയർത്തലിനകത്തും പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ദൈവത്തിനെ ഉയർത്താൻ വേണ്ടി സാധിക്കാത്തത്? ഇവർക്ക് എന്തുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി ഒരു കുടമാറ്റത്തിനും വെക്കാൻ വേണ്ടി സാധിക്കാത്തത്? പൊയ്കയിൽ അപ്പച്ചനെ കാണണമെങ്കിൽ ഇരവിപേരൂര് പോയാൽ മാത്രമേ തേവനും തേവാരവും നിനക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള പൊയ്കയിൽ അപ്പച്ചനെ ഉയർത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ടാണ് ഇവർ നമ്മളെല്ലാവരെയും ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന ഒരു ബാനറിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പം മിനിമം ഈ കുടമാറ്റത്തിലൊക്കെ എന്തെങ്കിലും കാലത്ത് ഇവരൊക്കെ വരില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ് എന്നുള്ളത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ടൻകുമാരൻ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? സ്കൂളുകൾ സ്ഥാപിച്ച സമയത്ത് കൃത്യമായിക്കൊണ്ട് നമ്മുടെ ആളുകളെ മാത്രമല്ല, അതിനകത്ത് നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ, സിറിയാനി ക്രിസ്ത്യാനികളെ, ഇവർക്കൊക്കെ സീറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അധ്യാപകരായിക്കൊണ്ട്.
ഒരുപക്ഷെ ഇന്ന് NSS സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ മിനിമം അവർ ആലോചിക്കേണ്ടത് കണ്ടൻകുമാരൻ നിങ്ങൾക്ക് കൂടെ സീറ്റ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ഞങ്ങളുടെ എന്നുള്ളത് തിരിച്ചവർ ആ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, ഓർമ്മപ്പെടുത്തലുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. പൊയ്കലപ്പച്ചൻ പറഞ്ഞ ചില അടിമ കൂട്ടത്തെ കുറിച്ച് കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു 7 കൂട്ടത്തിലുള്ള അടിമകളാണ് നമ്മൾക്കുള്ളത്. ഒരുപക്ഷെ ഇന്നും നമ്മുടെ ജനസമൂഹങ്ങൾ തളച്ചിടപ്പെടുന്നത് ഈ അടിമ കൂട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്തെ അടിമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരിലുള്ള അടിമ എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ കൊണ്ട് അയ്യര് കളിയാണ്. അപ്പം ഇത്രയും ഫോട്ടോ വെച്ചുകൊണ്ട് നിത്യേന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു വളരെ ലഘുവായിട്ടുള്ള ചോദ്യമായിരുന്നു, എത്രയോ കാലം സരസ്വതി ദേവിയെ പൂജിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉരുട്ടമ്പല സ്കൂളിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറ്റാതിരുന്നത്? നിങ്ങൾ സ്കൂളിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ ഒരു സരസ്വതി ദേവിയാണ് അവിടെ താമരക്കകത്ത് ഇരിക്കുന്നത്, അല്ലേ? അവരിയ്ക്കുന്ന താമരയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദളിതരും ആദിവാസികളും ഒരു കാലത്തും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തരുത് എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞൊരു ദൈവത്തെയാണ് നാം പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങളെ മക്കളെ പള്ളിക്കൂടത്തിൽ കയറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ മഹാത്മാ അയ്യങ്കാളിയെ നമുക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ വീടുകളിൽ നിന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം നേടിയ ഒരാൾ നമുക്കില്ല. പക്ഷേ ഈ കാണായ ദൈവത്തിന് നീ കാണിക്ക വെക്കാതെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകൂ എന്ന് പറഞ്ഞ മഹാത്മാ അയ്യങ്കാളിയുടെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ നാം അവിടെ മറന്നു പോകുന്നത്. ദൈവത്തിന്റെ പേരിൽ നമ്മൾ അടിമത്തം അനുഭവിക്കുന്നു. രാമന്റെ പേരിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ദളിത് ആദിവാസി വീടുകളിൽ ചെന്നുകൊണ്ട് മഹാഭാരതവും രാമായണവും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഒരുപക്ഷെ ഹനുമാൻ അടക്കമുള്ള ആ ജനതയായിരുന്നു നമ്മുടെ ജനതയെങ്കിൽ നെഞ്ച് കീറി രാമനെ കാണിച്ചതൊന്നല്ല, നെഞ്ച് കുത്തിക്കീറി പറഞ്ഞിട്ടുണ്ടാവും നിന്റെ ഉള്ളിൽ ഒരു സവർണം കിടപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അതാവും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം രാമായണം പറഞ്ഞുകൊണ്ട് മഹാഭാരതം പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് പച്ചല്ലൂർ പതികവും പാമ്പാടിപ്പാട്ടും ചെങ്ങന്നൂർ ആദിപ്പാട്ടും ഒക്കെയാണ് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗം എന്നുള്ളത് തീർച്ചയായും നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. നാരായണ ഗുരു തന്നെ പറഞ്ഞല്ലോ, ശംഭൂകന്റെ രാമരാജ്യത്തിന്റെ കാലം ആയിരുന്നു ഇന്നെങ്കിൽ തീർച്ചയായും ശംഭൂകന്റെ ഗതിയായിരിക്കും എന്നുള്ളത് നാരായണ ഗുരു നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ അടിമത്തം എന്ന് പറയുന്നത് ജാതിയുടെ പേരിലുള്ള അടിമത്തമാണ്. ഇതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഈ ദൈവത്തിന്റെ പേരിൽ അടിമത്തം പറയുന്ന സമയത്തെ ഞങ്ങളുടെയൊക്കെ മുത്തശ്ശന്റെയൊക്കെ ആത്മാവിനെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പിടിച്ചു കെട്ടുകയാണ്. പിള്ള കാലത്ത് ജാതിക്കെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ഇവരൊക്കെ പിടിച്ചു കെട്ടുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ വന്ന് പറയുന്ന സംസ്കൃതം എൻ്റെ മുത്തച്ഛൻ എങ്ങനെ മനസ്സിലാവാൻ വേണ്ടി പോകുന്നു? ഇങ്ങനെ പറയുന്ന ഈ മന്ത്രങ്ങൾ എങ്ങനെയാ മനസ്സിലാവാൻ വേണ്ടി പോകുന്നത്? ഉള്ള കാലത്തോ തമ്പുരാക്കന്മാരെ സ്വൈര്യം കൊടുത്തില്ല. ഇനി ഓരോ മക്കളെ വിട്ടിട്ടാണ് ഇവിടെ വന്നുകൊണ്ട് നമ്മളെ ആത്മാവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ അടിമത്തം പറയുന്നത് ജാതിയുടെ പേരിലുള്ള അടിമത്തമാണ്. ഇത് ദളിതർക്കും ആദിവാസികളെയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, നായരെയും ബ്രാഹ്മണനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു കുട്ടി സ്ഥിരമായി ഈ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ മീൻകറി എന്നാണോ പറയുന്നത്, ഞങ്ങളൊക്കെ മത്സ്യക്കറി എന്നാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം അയില മത്സ്യം, മത്തി മത്സ്യം എന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവരെടുത്ത് വേറൊരു സ്ത്രീ വന്നുകൊണ്ട് പറയുകയാണ്, ദളിതായിട്ടുള്ള ഒരു യുവതി തന്നെ പറഞ്ഞു, ഞങ്ങളൊക്കെ ബ്രാഹ്മണന്മാരാണ്, ഞങ്ങളൊന്നും നിങ്ങളെ വീട്ടിൽ പോലും കേട്ടില്ല തിരിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് ജാതിയുടെ അട്രോസിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം നമ്പൂതിരിക്ക്, മലയാള ബ്രാഹ്മണനായ നമ്പൂതിരി ഗാഢ സരസ്വത ബ്രാഹ്മണനെ അംഗീകരിക്കാതിരിക്കുന്നത് കൂടെ മാറണം എന്നുള്ളതാണ് പൊയ്കലപ്പച്ചൻ ജാതിയുടെ പേരിൽ അടിമത്തം എന്ന് പറയുന്നത്. ഇത് ഈ ശ്രേണീകൃത വ്യവസ്ഥയ്ക്കകത്ത് ഓരോ ഉപജാതി വിഭാഗങ്ങളും പരസ്പരം ഉള്ള ശത്രുത മാറ്റിക്കൊണ്ട് സമുദായങ്ങളായിക്കൊണ്ട് തുറവികളിലേക്ക് മാറണം എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. മൂന്നാമത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത് ഇരുള വിഭാഗത്തിന്റെ, ആദിവാസി വിഭാഗത്തിന്റെ ഒരു ഊരിൽ പോയ സമയത്ത് അവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മുത്തശ്ശി, പ്രായം ചെന്നൊരു മുത്തശ്ശി, അവരോട് ഞാൻ ചോദിച്ചു കുറെ കാലമായി ഒരു തുടങ്ങിയിട്ട്. അവർ പറഞ്ഞു ഇല്ല, ഈ ചെക്കപ്പം കയറി വന്നിട്ടേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയാണ് ഊരുകളിലേക്ക് രാഷ്ട്രീയം വരുന്നത്? ഈ ടോയ്ലറ്റിന്റെ മുന്നിലൊക്കെ ഒട്ടിച്ചു വെച്ചേക്കാണ് എന്ത്, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ ചിത്രം. അപ്പൊ ഈ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, അപ്പിടാൻ പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ കണ്ണ് പോകണമെന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീടുകൾക്കകത്ത്, ടോയ്ലറ്റുകൾക്കകത്തൊക്കെ തന്നെ നമ്മൾക്ക് തരുന്ന രാജ്യത്തിന്റെ പേരുള്ള അവകാശങ്ങളെ പോലും വേറെ രീതിയിൽ നിയന്ത്രിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി പറ്റും. നാലാമത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയം തന്നെയാണ്, അടിമത്തം തന്നെയാണ്. വളരെ കൃത്യമായി കൊണ്ട് രാജ്യസ്നേഹം എന്നുള്ളത് പുനർനിർവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ദേശസ്നേഹമാണ് അളക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ദേശസ്നേഹി ഞാനായിരിക്കുമെന്ന് അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട്. നോക്കൂ, ആരാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് പറയുന്നത്? ആ രാജ്യസ്നേഹി എന്ന് പറയുന്നത് രാധേ രാധേ രാമ രാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ആ രാജ്യസ്നേഹി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് പറയുന്നത്. ആ രാജ്യസ്നേഹി എന്ന് പറയുന്നത് EWS റിസർവേഷനൊപ്പം നിൽക്കുന്ന വ്യക്തിയല്ല, മറിച്ച് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷനൊപ്പം നിൽക്കുന്ന, ദളിതരെയും ആദിവാസികളെയും പ്രാതിനിധ്യ ജനാധിപത്യത്തിനൊപ്പം നിൽക്കുന്ന രാജ്യസ്നേഹിയാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കറെ അനുകൂലിക്കുന്ന ആളാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് പറയുന്നത്. സവർക്കറെ അനുകൂലിക്കുന്ന വ്യക്തി രാജ്യദ്രോഹിയാണ് എന്നുള്ളത് അടിയുറച്ച് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പൊ രാജ്യത്തിന്റെ പേരിലുള്ള ആധുനിക അടിമത്തം ഉണ്ടാകുന്നു. ഈ അടിമത്തത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഗുജറാത്ത് കലാപം അടക്കമുള്ള കലാപങ്ങൾ നടത്തിയപ്പോൾ എങ്ങനെയാണ് ദളിതനെയും ആദിവാസിയെയും മുസൽമാനെയും ഇരുചേരികളിൽ നിർത്തിയത്? അതേ രാഷ്ട്രീയമാണ് ഒരുപക്ഷെ നേരത്തെ ശ്യാംകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ റിസർവേഷൻ മൊത്തം മുസ്ലിങ്ങൾ കട്ടുകൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റിലൂടെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അഞ്ചാമത്തത് സേവാമൂർത്തികൾക്ക് അടിമ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഐശ്വര്യം വേണമെങ്കിൽ കെട്ടേണ്ട കുറെ വലംപിരിയും ചങ്കിന്റെ പരസ്യങ്ങൾ നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. സേവാമൂർത്തിക്കും മായാശക്തികൾക്കും അടിമയായിക്കൊണ്ട് പലപ്പോഴും നമ്മളെ നിർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഈ സേവാമൂർത്തി മായാശക്തികളിൽ നിന്ന് നമ്മൾ ഈ അടിമത്തത്തിൽ നിന്നുകൂടി നമ്മൾക്ക് മോചനം വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അംബേദ്കർ പറയുന്നുണ്ട്, ബ്രാഹ്മണിസത്തിന് ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു കരണ്ടി വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സിൽവറിന്റെ കരണ്ടി വാങ്ങിപ്പിക്കുന്നതാണ് ബ്രാഹ്മണ്യം എന്ന് അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട്. മായാശക്തിക്കും സേവാമൂർത്തിക്കും അടിമയാക്കുന്നത് ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നം വെപ്പ് നടത്തിക്കൊണ്ട്, ഒരുപക്ഷെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലൊക്കെ കാവിൻ്റെ അകത്തൊക്കെ ചിക്കനാണ് പ്രസാദം, ചിക്കനും തേങ്ങയും കൊത്തുമാണ് പ്രസാദം. ഇതേ സ്ഥലത്തേക്ക് വന്ന് പറയാണ് ഇവിടെ വിഷ്ണുവിന്റെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ കാരണവരെ മാറ്റിക്കൊണ്ട് ഈ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുന്നു, കാരണവർ സൈഡാവുന്നു, ചിക്കൻ മാറിക്കൊണ്ട് വെജിറ്റേറിയനിസത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ കാവുകളിലും പതികളിലും ഉണ്ടായിരുന്ന നമ്മുടെ ആരാധന സമ്പ്രദായങ്ങൾക്ക് മുകളിൽ കൂടിയാണ് ഇത് നടക്കുന്നത്. അപ്പൊ കണ്ണൂരിൽ ഒരു അത്യാവശ്യം കുറച്ച് ഇങ്ങനത്തെ തരികിടൊക്കെ അറിയുന്ന ഒരു കാരണവരുണ്ടായിരുന്നു. അപ്പം അവിടെ പ്രശ്നം വെപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിഷ്ണു ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ നിൽക്കാം. അപ്പൊ ഇങ്ങനെ ഇളകിയിട്ട് വെളിച്ചപ്പാട് ഇളകിയിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കോ അവിടെ നല്ലേ കൊലം ഞാൻ മുടിപ്പിക്കുന്നത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് കൂടെ നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഭക്ഷിച്ചത് തന്നെ ഭക്ഷിക്കുന്ന നമ്മുടെ ദൈവങ്ങളിൽ നിന്ന്, ദൈവ സമ്പ്രദായങ്ങളിൽ നിന്ന് നമ്മളെക്കാൾ മുകളിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വെജിറ്റേറിയനിസം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഭക്ഷണ രീതികളിലേക്ക് പലപ്പോഴും നമ്മുടെ ദൈവങ്ങളെ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, മാടനും മർദ്ദനിക്കും നിങ്ങൾ കൊണ്ടുപോയിട്ട് മദേഴ്സ് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പം ഇത്തരത്തിൽ വെജിറ്റേറിയനിസത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി വെജിറ്റേറിയനിസത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. മാർഗങ്ങളിലെ പേരിലുള്ള അടിമത്തമാണ് അടുത്ത അടിമത്തം എന്ന് പറയുന്നത്. അത് ഇന്ന് മാറിക്കൊണ്ട് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ മാർഗങ്ങളുടെ പേരിലുള്ള അടിമത്തം എന്ന് നമുക്ക് പുനർവായന നടത്താൻ വേണ്ടി പറ്റും. ഇന്ത്യക്കകത്ത് ഉണ്ടായിട്ടുള്ള രക്തസാക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷികൾ ഏത് ജാതി വിഭാഗത്തിൽ നിന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിവരയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത് ദളിത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള രക്തസാക്ഷികൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരുപക്ഷെ ഇന്നും പോസ്റ്റർ ഒട്ടിക്കാനും പശ കലക്കാനും വേണ്ടി നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് തീർച്ചയായും നമ്മൾ തിരിച്ചു പറയേണ്ടത് രാഷ്ട്രീയ അധികാരമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ക്യാബിനറ്റ് കൂടുന്ന മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുന്ന സമയത്ത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് സമിതികൾക്കൊക്കെ ഓർമ്മ വരുന്നത് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ മാത്രമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഈ സമയങ്ങളിൽ കൃത്യമായി രാഷ്ട്രീയ അധികാരം ചോദിച്ചു വാങ്ങാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം എന്നുള്ളത് ഒരു കാര്യമായി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഏഴാമത്തെയും അവസാനത്തെയും അടിമത്തം എന്ന് പറയുന്നത് ജീവനും ശരീരത്തിനും അടിമത്തം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവനും പുറത്ത് കൽപ്പിക്കുന്ന അടിമത്തമാണിത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അടിപൊളി ഡ്രസ്സ് ഇടുന്ന സമയത്തൊക്കെ ഭയങ്കര കുരു പൊട്ടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. സ്റ്റൈഫൻഡ് എടുത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, ആകുലതയാണ്, ഇവരുടെ ഫണ്ടൊക്കെയാണെന്നുള്ളത്, സ്റ്റൈഫൻഡ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈവൻ കണ്ടു ഒരു SC/ST വിഭാഗത്തിൽ ഒരാളുടെ വീട്ടിൽ പിയേഴ്സ് സോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന കൾച്ചറൽ ഷോക്ക് അടിക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നല്ല വസ്ത്രങ്ങൾ ധരിച്ച കൾച്ചറൽ ഷോക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനിങ്ങനെ
എൻ്റെ ഒരു ജനറേഷന്റെ തലമുറകളുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ കാരണവർ എന്ന് പറയുന്നത് കാളയെ നോക്കാനുള്ള ഉത്തരവാദിത്തമായിരുന്നു ഇയാൾക്ക്. ഇപ്പൊ കുഴി കുത്തി കഞ്ഞി കൊടുത്ത് അത് കുടിക്കേണ്ടി വന്ന കാളയ്ക്ക് അതേ സമയത്ത് നല്ല വിച്ചാണപാത്രത്തിലൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാരണവരാണ്. ഇയാളെ ചുളിവ് വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൽ നിന്ന് ഈ കുഴി കുത്തി കഞ്ഞി കുടിക്കേണ്ട മനുഷ്യനിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ തലമുറയിൽ എത്തുന്ന സമയത്തേക്ക് ഹോട്ടലിൽ നിന്ന് വലിച്ചെറിയേണ്ടി വന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ് അച്ഛൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുഴി കുത്തി കഞ്ഞി കുടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജനതയോടുള്ള നമ്മുടെ പ്രതികാരം എന്ന് പറയുന്നത് അവരെ കൊണ്ട് കുഴി കുത്തി കഞ്ഞി കുടിപ്പിക്കാന്നുള്ളതല്ല. നമ്മൾ പ്രതികാരം ചെയ്യുന്നത് അന്തസ്സോടുള്ള ജീവിതം തിരിച്ച് ജീവിച്ച് കാണിച്ചുകൊണ്ടാണ്. നമ്മൾ പ്രതികാരം ചെയ്യുന്നത് മികച്ച രീതിയിലുള്ള ജീവിതം തിരിച്ച് കാണിച്ചുകൊണ്ടാണ്. അംബേദ്കർ പറയുന്നുണ്ട്, നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത്, നമ്മുടെ സമരം എന്ന് പറയുന്നത് അന്തസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, വേറൊരു വെൽത്തിനും വേണ്ടിയിട്ടല്ല, അന്തസ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇത്രയും കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ഇവരോടൊക്കെ നിങ്ങൾ ആവർത്തിച്ച് പറയേണ്ടത് നമ്മൾ അന്തസ്സിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നോക്കൂ, ചേലക്കാമ്പിലുള്ള അഭ്യാസികൾ ഇന്ന് നിങ്ങൾ തല്ലുമാല സിനിമയൊക്കെ കണ്ട് നമ്മൾ ഊർജ്ജം കൊള്ളുന്ന സമയത്ത്, ആവേശം സിനിമയൊക്കെ കണ്ട് അടിപൊളിയാവുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, ഇതിലും വലിയ തല്ലുണ്ടാക്കിയിട്ടാണ് നമ്മൾ സ്കൂളിൽ കയറിയതെന്ന്. ആദ്യ നിരയിൽ ആരാണ്? ചേലക്കാമ്പ് എന്നുള്ള അഭ്യാസികൾ ഉരൽ ചുഴറ്റിയിട്ട്. തൊട്ട പിന്നാലെ നമ്മുടെ അമ്മമാർ, അതിന് പിന്നാലെയാണ് കേശവൻ അടക്കമുള്ള 5 വിദ്യാർത്ഥികൾ അണിനിരക്കുന്നത് സ്കൂളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഗുണ്ടാ തല്ലുണ്ടാക്കിയിട്ടാണ് നമ്മൾ പള്ളിക്കൂടത്തിനകത്ത് കയറാനുള്ള അവകാശം പോലും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മായാശക്തിക്കും സേവാമൂർത്തികൾക്കും ഒക്കെ തന്നെ പണം കൊടുക്കുന്നതിന് പകരം ഏറ്റവും അന്തസ്സുള്ള ജീവിതം ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ മക്കളെ, നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് മുന്നിലും തല കുനിച്ച് നിൽക്കാതെ അന്തസ്സോടും കൂടി ആത്മാഭിമാനത്തോടും കൂടി ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു ജന്മിത്തത്തിനും, അത് രാഷ്ട്രീയ ജന്മിത്തമാകട്ടെ, മതജന്മിത്തമാകട്ടെ, ഹിന്ദുത്വ ഫാസിസത്തിന്റെ ജന്മിത്തമാകട്ടെ, ഇത്തരം ജന്മിത്തത്തിനൊന്നും തന്നെ അടിമകളാവാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു ജനതയാണ് നമ്മൾ എന്നുള്ളത് ഉറച്ച് നമ്മൾ അവരോട് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമ്മുടെ ചരിത്രത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാവട്ടെ, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാവട്ടെ. ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടെ ഇതിനോട് ചേർത്ത് പറയാം. നമ്മൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചെയ്തിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. നിങ്ങൾക്ക് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, പിങ്ക് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ്. നമ്മുടെ 8 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് ഇവിടെ കള്ളൻ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് റോട്ടിൽ നിർത്തിക്കൊണ്ട് അപമാനിച്ചത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള അച്ഛനാ, ഭൂമി പോലും ഇല്ലാത്ത മനുഷ്യന്മാരാ. നമ്മുടെ കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് എടി കള്ളത്തി, അച്ഛൻ ഫോൺ കട്ട് തന്നോ നിന്റെ കയ്യിൽ, നീ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞുവെന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പഴയ കാലമല്ലാന്ന് ഈ ഉദ്യോഗസ്ഥനും ആലോചിക്കണം. നമ്മൾ തിരിച്ചുപോയി വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. കേരള ഹൈക്കോടതിക്കകത്ത് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ട് പ്രിൻസിപ്പിൾ പ്രകാരം 1,70,75,000 രൂപ ആ കുഞ്ഞിന് നമുക്ക് നഷ്ടപരിഹാരം ആ ഉദ്യോഗസ്ഥയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ജാതീയപരമായ വിവേചനങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സംഘടന കൂടിയാണ് ഞാൻ കൂടെ പ്രതിനിധാനം ചെയ്യുന്ന ദിശ എന്ന് പറയുന്ന ഒരു സംഘടന. സൗജന്യമായിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നിയമസഹായവും ഉറപ്പുവരുത്തും എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേറ്റ്, അഗിറ്റേറ്റ്, ഓർഗനൈസ് എന്നൊരു പ്രിൻസിപ്പിൾ നമുക്ക് ചേർത്ത് പിടിക്കാം. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്ന പ്രതിമ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെതാണ്. ആ പ്രതിമ തകർക്കപ്പെടുന്നത് എത്രത്തോളം ഹിന്ദുത്വ രാഷ്ട്രീയം ഡോക്ടർ B.R. അംബേദ്കറിനെ പേടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നിങ്ങൾ എത്ര പ്രതിമകൾ തകർത്തു കഴിഞ്ഞാലും നമ്മൾ തലകൾക്കകത്ത്, ഹൃദയത്തിനകത്ത് ഓർമ്മകളായിക്കൊണ്ട് അംബേദ്കറിനെ കൊണ്ടു നടക്കും എന്നുള്ളത് നമ്മൾ ഉറച്ചു പറയേണ്ടതുണ്ട്. എൻ്റെ ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് തലയുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്തുള്ള ഒരു സ്കാറാണ്. ഇത് വന്നത് ചെറുപ്പത്തിൽ ഈ രാമായണ മഹാഭാരത സീരിയലിന്റെ ഒരു ഫാൻ ആയിരുന്നു ഞാൻ. അപ്പം ജയ് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരദർശനിൽ ഒരു സീരിയൽ ഉണ്ട്. ഇതുപോലെ ദേവി വന്നുകൊണ്ട് നമ്മളെല്ലാവരും രക്ഷിക്കുന്നതാണ്. ഇത് കാണാൻ വേണ്ടി ഓടിയതാണ്, ജയ് മാതാ കി കാണാൻ വേണ്ടി. അപ്പോൾ ഒരു ചുമരുമല അടിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ ഐഡന്റിറ്റി മാർക്ക് എനിക്ക് വരുന്നത്. പക്ഷെ വളർന്നു വരുന്ന സമയത്ത് എന്താണ് ചരിത്രം എന്ന് കൃത്യമായി മനസ്സിലായ സമയത്ത് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, ജീവിതത്തിൽ മരിക്കുന്നവരെ ശരീരത്തിനകത്ത് മറ്റൊരു ഐഡന്റിറ്റി മാർക്ക് കൂടെ എനിക്ക് വേണമെന്നത്. അത് ഞാനിവിടെ ജയ് ഭീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
തീർച്ചയായും ജീവിത അവസാനം വരെ ഉള്ളിൽ ചേർത്ത് പിടിക്കാനുള്ളത് ഡോക്ടർ BR അംബേദ്കറിനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഉറക്കെ ഒരു ജയ് ഭീം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് ഭീം, ജയ് ഭീം. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ സംഘടന ഏറ്റവും ഊർജത്തോടു കൂടി മുന്നോട്ടേക്ക് പ്രവർത്തനങ്ങളുമായി പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ജയ് ഭീം, സ്നേഹാഭിവാദനം.